ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓരോ വരികൾക്കുണ്ടല്ലോ മാർക്കിടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും. എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പോൾ 2 മാർക്കാണ് വിചാരിച്ചോ. അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിരുമേനി രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു 6 മാർക്ക് വരും. ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് എന്ന് 2 മാർക്ക് ഞാൻ ഇടണമെന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക്കൽ ബ്ലെസ്സിൻ്റെ പാക്കേജിലുള്ളതാണ്. ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ബ്ലെസ്സിങ് കൊടുത്തത്. എന്താ കൊടുത്തത്? ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുക. അപ്പോൾ ഈ ആഹാരം ഇല്ലാതെ കീഴടക്കാൻ പറ്റുക? ആഹാരം ഇല്ലാതെ പെരുകാൻ പറ്റുക? ആഹാരം ഇല്ലാതെ വളരാൻ പറ്റുക? അപ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ആ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് ഇല്ലേ, ജനറൽ ബ്ലെസ്സിങ്സ്, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ്, ഇതിൽ ഓരോ മനുഷ്യൻ്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട്.